സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവത്തിന്റെ ആരവങ്ങളാണ്. ലക്ഷക്കണക്കിന് കുരുന്നുകൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവെക്കുമ്പോഴും പത്തനംതിട്ട കൊടുമൺ അറന്തക്കുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിൽ നിരാശയാണ്. സർക്കാർ 85 ലക്ഷം രൂപ അനുവദിച്ച് 2019 നിർമ്മാണം ആരംഭിച്ച 3 നില കെട്ടിടം അനാസ്ഥയുടെ സ്മാരകമായി ഇന്നും പണി പൂർത്തിയാകാതെ കിടക്കുന്നു. പത്തനംതിട്ട കൊടുമൺ അങ്ങാടിക്കൽ തെക്ക് അറന്തക്കുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിൽ കുരുന്നുകൾക്ക് മെച്ചപ്പെട്ട പഠന സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2019 3 നിലകളിലായി ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. സംസ്ഥാന സർക്കാർ 85 ലക്ഷം രൂപ അനുവദിച്ച കെട്ടിടം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഈ നിർമ്മാണ പ്രവർത്തനം ഇവിടെ പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ നിലവിലുള്ള കെട്ടിടത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതും അതുപോലെ അധ്യാപകരുടെ ഇതും എല്ലാം കൂടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം. കുട്ടികൾക്ക് ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിലും അശാസ്ത്രീയമായിട്ടുമാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആരോപിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി പകുതി വഴിയിൽ ഉപേക്ഷിച്ച ഈ കെട്ടിടം ഇപ്പോൾ മഴയും വെയിലുമേറ്റ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിമിതിയുണ്ട്, സ്ഥല സൗകര്യത്തിന്റെ പരിമിതികളുണ്ട് ഈ സ്കൂളിൽ. നിലവിൽ കുട്ടികൾക്കായുള്ള വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടം അറ്റകുറ്റപ്പണികൾ നടത്തി പുതുക്കിയെടുത്തിട്ടുണ്ടെങ്കിലും സ്ഥലപരിമിതി ഉൾപ്പെടെ നിലനിൽക്കുന്നു. അറന്തക്കുളങ്ങര സ്കൂളിലെ കുരുന്നുകളുടെ സുരക്ഷിതമായ പഠന സൗകര്യത്തിനായി ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കുമോ എന്നാണ് അങ്ങാടിക്കൽ നാട്ടുകാർ ചോദിക്കുന്നത്. പണി തീരാത്ത ഈ കെട്ടിടം എത്രയും വേഗം ശാസ്ത്രീയമായി പൂർത്തിയാക്കി വിദ്യാർത്ഥികൾക്ക് തുറന്നു നൽകേണ്ടതുണ്ട് എന്നും അവർ ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട.